മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞു. ക്രിസ്മസ് റിലീസായാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ബറോസ് എത്തുന്നത്. സംവിധായകൻ ഫാസിൽ സിനിമയുടെ റിലീസ് തീയതിയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഡിസംബർ 25-ന് ബറോസ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് ദൈവികമായ ഒരു ഇടപെടൽ പോലെ തോന്നുന്നുവെന്ന് ഫാസിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. മോഹൻലാലിന്റെ ആദ്യ റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രം 1980 ഡിസംബർ 25-നാണ് പുറത്തിറങ്ങിയത്. കൂടാതെ മോഹൻലാൽ ഫാസിൽ കൂട്ടുകെട്ടിൽ 1993-ൽ പുറത്തിറങ്ങിയ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റ് ചിത്രം മണിച്ചിത്രത്താഴും റിലീസായത് ഡിസംബർ 25-നാണ്. ഫാസിലിനോട് ഔദ്യോഗികമായി റിലീസ് തീയതി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടത് മോഹൻലാൽ തന്നെയാണ്. ഡിസംബർ 25-നാണ് റിലീസ് തീയതി എന്നറിഞ്ഞ ഫാസിലാണ് ആ കൗതുകത്തെക്കുറിച്ച് മോഹൻലാലിനോടും സൂചിപ്പിക്കുന്നത്. അതുവരെ താരവും ആ യാദൃച്ഛികതയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഒരു മുന്നൊരുക്കത്തോടെയുമല്ല ആ തീയതി തീരുമാനിച്ചതെങ്കിൽ അതൊരു വലിയ അത്ഭുതവും നിമിത്തവും ഒക്കെയാണെന്നാണ് ഫാസിൽ പറയുന്നത്. അതൊരു ദൈവനിശ്ചയമായി കരുതുന്നുവെന്നും ഫാസിൽ പറയുന്നു. ഇത് പറഞ്ഞതും മോഹൻലാലും വിസ്മയിച്ചു പോയത്രേ. മലയാള സിനിമയിലേക്ക് ചുവടുറപ്പിക്കാൻ 19-ാം വയസ്സിൽ തന്റെ ആദ്യ ചിത്രവുമായി ഇറങ്ങിത്തിരിച്ച മോഹൻലാൽ യാദൃച്ഛികമെന്നോണം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ചിത്രവും റിലീസ് ചെയ്യാൻ 44 വർഷങ്ങൾക്കിപ്പുറം അതേ തീയതി തിരഞ്ഞെടുത്തിരിക്കുന്നു. 2024 ഓണം റിലീസായി സെപ്റ്റംബർ 12-ന് ബറോസ് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറ്റി. പിന്നാലെ ഒക്ടോബർ 3-ന് റിലീസ് ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. അതും പക്ഷേ മാറ്റുകയായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്കും മണിച്ചിത്രത്താഴിനും അപ്പുറം ഒരു ഐതിഹാസിക ചിത്രമായി ബറോസ് മാറുമെന്ന് താൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുവെന്ന് ഔദ്യോഗികമായി ബറോസിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ഫാസിൽ ആശംസിക്കുന്നുണ്ട്. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.